നിതിൻ എന്ന ഒരു ഗതികേടുകാരനായ പാപം പിടിച്ച ദന്തൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണം എന്ന ഭീകരത ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് പ്രതികളായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ഇപ്പോഴും ഒളിവിലാണ്. ഇത്രയും കാലം ഇവർ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? ഡോക്ടർ റാമിനെ കണ്ടുപിടിക്കാൻ മാത്രം കഴിയാത്ത വിധം നമ്മുടെ പോലീസ് സംവിധാനം ദുർബലമാണോ? റാമിന് പിന്നിൽ ആരാകും? പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന വാക്ക് എത്രമാത്രം ശരിയാണ്? നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുന്ന അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാം ഒരു അധ്യാപകന് ചേരാത്ത ക്രൂരതകളാണ് ക്യാമ്പസിൽ വാരി വിതറിയത്. കിലോമീറ്ററുകൾക്കപ്പുറം കർണാടകയിൽ നിന്നെത്തി കഴിഞ്ഞ 15 വർഷമായി അഞ്ചരക്കണ്ടിയിൽ തമ്പടിച്ച ഇയാൾക്ക് മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ച അമിത സ്വാതന്ത്ര്യമാണ് നിതിനെ പോലെ ഒരു ദളിത് വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തത്. നമ്മുടെ മകൻ, നിങ്ങളുടെ കൂട്ടുകാരൻ, അതോ അല്ലെങ്കിൽ അനുജൻ ഓർമ്മയായിട്ട് എത്ര നാളായി? ഇതുവരെ കുറ്റക്കാരെ പിടിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മാനേജ്മെന്റ് അദൃശ്യമായി കളി തുടരുകയാണ്. ആദ്യം ലോൺ ആപ്പിന്റെ പുറകെ പോയി നോക്കി, ചില അറസ്റ്റുകളൊക്കെ നടന്നു. ആ കളി വലുതായി വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ കളത്തിലിറക്കി നടത്തിയ പ്രതിഷേധ നാടക സമരം വിജയിച്ചു. കുട്ടികളെയും രക്ഷകർത്താക്കളെയും ശാന്തരാക്കി. 1-ാം വർഷ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ മാനേജ്മെന്റിന്റെ ചാരന്മാർ നുഴഞ്ഞുകയറി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ചാരപ്പണി അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു റാമിനെ പുറത്താക്കി എന്നതുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമായോ? പലതവണ ഇയാൾക്കെതിരെ വിദ്യാർത്ഥികൾ പരാതിയുമായി കോളേജ് മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഡീലിന് നൽകിയ രേഖാമൂലമുള്ള പരാതികൾ പോലും ഫയലിൽ സ്വീകരിക്കാതെ മാനേജ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. പരാതി നൽകുന്നവരെ കൂടുതൽ വേട്ടയാടി ഡോക്ടർ റാമിന് അവസരമൊരുക്കുകയാണ് അധികൃതർ ചെയ്തത്. കഴിഞ്ഞ വർഷം സസ്പെൻഷൻ നേരിട്ട ഇയാൾ എങ്ങനെ വീണ്ടും ഇതേ തസ്തികയിലേക്ക് തിരിച്ചെത്തിയെന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. ഡോക്ടർ റാമിനെതിരെ നേരത്തെയും കടുത്ത ആരോപണങ്ങൾ ഉയർന്നിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചതിന് കോളേജ് മാനേജ്മെന്റിന് വ്യക്തമായ പങ്കുണ്ട്. ഇത്രയും ഗുരുതരമായ സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾക്ക് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുവാനുള്ള അധികാരം വിട്ടുകൊടുത്തത് ഒരു ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്. ഈ നികൃഷ്ട ജീവികൾ തകർത്തത് മലയാണ്മയുടെ മഹാസംസ്കാരമാണ്. മഹാഗുരുക്കൾ തെളിയിച്ച വിളക്കാണ് വിസർജ്യം തള്ളി അണച്ചു കളഞ്ഞത്. ഇരുട്ട് പടരാതിരിക്കാൻ വിളക്കുകൾ തെളിക്കണം. വീണ്ടും ഈ വണ്ടിൻ കൂട്ടം അതണയ്ക്കാതെ കാക്കണം. അതിന് ആട്ടിയോടിക്കുക ഈ കീടങ്ങളെ. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ഡോക്ടർ റാം എങ്ങനെയാണ് പ്രാദേശിക രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ചതെന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇയാൾ ഇത്രയും കാലം തന്റെ അധീശത്വം തുടർന്നത് എന്നാണ് സൂചന. പോലീസും മാനേജ്മെന്റും ഒത്തുകളിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടും. ഡോക്ടർ റാമിനെ പോലുള്ളവർ എങ്ങനെയാണ് ഇത്രയും കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്നത് എന്നത് സർക്കാരിന്റെയും സർവകലാശാലയുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ കൊലക്കളമായി മാറുന്നു എന്നതിന്റെ നേർചിത്രമാണ് അഞ്ചരക്കണ്ടിയിലെ ഈ സംഭവം. പരാതികൾ കേൾക്കാൻ തയ്യാറാകാത്ത മാനേജ്മെന്റും ക്രൂരതയ്ക്ക് മൗനാനുവാദം നൽകുന്ന ഉദ്യോഗസ്ഥരും ഈ മരണത്തിന് ഉത്തരവാദികളാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ, പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ്, ഇപ്പോൾ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജ്. കേരളത്തിന്റെ കലാലയ മുറ്റങ്ങളിൽ നിന്ന് കണ്ണീരും ചോരയും കലർന്ന വാർത്തകൾ അവസാനിക്കുന്നില്ല. പരീക്ഷാ പേപ്പറിലെ മാർക്കുകൾക്ക് ജീവിതം നിശ്ചയിക്കേണ്ടതിന് പകരം അധ്യാപകരുടെ ഇന്റേണൽ മാർക്ക് കൂടി കുട്ടികളുടെ മരണ വാറണ്ടായി മാറുന്ന ക്രൂരമായ കാഴ്ചകളാണ് കേരളം വീണ്ടും വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. കലാലയങ്ങളിലെ ഇന്റേണൽ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നിയമ നടപടികൾ സർക്കാർ തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാലം അതിക്രമിച്ചിരിക്കുന്നു. നിതിൻ രാജ് പഠിക്കാൻ മിടുക്കനായിരുന്നു. മെറിറ്റിലായിരുന്നു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. BDS പഠനത്തിന് ചേർന്നിട്ട് 5.5 മാസമേ ആയിട്ടുള്ളൂ. വെള്ളിയാഴ്ച ഉച്ചവരെ നിതിൻ രാജ് ക്ലാസ്സിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് റിസപ്ഷന്റെ പുറകിലെ കല്ലുപാകിയ തറയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. മകൻ ഡോക്ടറാവുന്നതും സ്വപ്നം കണ്ട് ജീവിച്ച അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലേക്ക് ഞായറാഴ്ച രാവിലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ചേതനയറ്റ ആ ശരീരം വീട്ടിലെത്തി. മൃതദേഹം കണ്ട മാതാപിതാക്കൾ തളർന്നു വീണു. കഴിഞ്ഞ ഞായറാഴ്ച അമ്മയ്ക്കടുത്തിരുന്ന് ഊണ് കഴിച്ച അതേ ഹാളിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ അനക്കമറ്റ് കിടന്നു.
അധ്യാപകരുടെ തുടർച്ചയായ ജാതി അധിക്ഷേപത്താൽ ജീവനൊടുക്കിയ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി ആര്യനാട്, ഉഴമലയ്ക്കൽ, പുതുക്കുളങ്ങര, ചാലക്കാട് തടത്തിനരികത്ത് വീട്ടിൽ RL നിതിൻ രാജിന് നാട് കണ്ണീരോടെ വിട നൽകി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ അഞ്ചരക്കണ്ടിയിലെ യജമാനന്മാർക്ക് അർഹമായ ശിക്ഷ ഉറപ്പിക്കാൻ കഴിയൂ. നിതിൻ രാജിന് നീതി ലഭിക്കാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ഇനിയും തുടർക്കഥകളാകും. ജിഷ്ണുവും സിദ്ധാർത്ഥനും ഇപ്പോൾ നിതിൻ രാജും. ഇന്റേണൽ മാർക്കും ജാതിവെറിയും കലാലയ കൊലവിളികൾക്ക് അന്ത്യമുണ്ടാകണം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് അടച്ചുപൂട്ടണം. കുട്ടികളെ സുരക്ഷിതമായ മറ്റു കോളേജുകളിലേക്ക് മാറ്റണം. അന്യായമായ ഫീസും തലവരിപ്പണവും കൊണ്ട് കൊഴുത്തു വളരുന്ന മാനേജ്മെന്റുകൾക്ക് ഇതൊരു പാഠമാകണം. നിതിൻ രാജിനെ പുഴുത്ത പട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആ പരനാറിയ അധ്യാപകൻ അഴിയെണ്ണിയായി മതിയാകും. ഇന്റേണൽ മാർക്കിന്റെ പേര് പറഞ്ഞ് കുട്ടികളെ വേട്ടയാടുന്നവർക്കുള്ള താക്കീത് കൂടെയാകും അത്.